സുഹൃത്തുക്കളെ, ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം, കോട്ടയം. ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ടാപ്പിംഗ് മാർഗരേഖ വരച്ചിട്ട മരത്തേൽ എങ്ങനെയാണ് ടാപ്പിംഗ് തുടങ്ങേണ്ടത്. സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് തരം കത്തിയാണ്. കോമണായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മിച്ചി കുഴഞ്ചി കത്തി അല്ലെ നാടൻ കത്തി. അല്ലാത്ത ഒരു കത്തി എന്ന് പറഞ്ഞാൽ ഇത് യബോങ് കത്തി, മലയം കത്തി. ഇത് രണ്ടും കൊണ്ടും ടാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാപ്പർക്ക് മനസ്സിന് പൊരുത്തപ്പെട്ട ഏത് കത്തി കൊണ്ടും ടാപ്പ് ചെയ്യാം. രണ്ടും കൊണ്ടും വെട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് വെട്ടിയാൽ പൊക്കമുള്ള പട്ടയും ആയാസരഹിതമായി ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക നേട്ടം. എന്നാൽ അടിപ്പട്ട വരുമ്പോൾ അല്പം വിഷമമുണ്ട് താനും. എന്നാൽ ഈ കത്തി കൊണ്ട് നമ്മൾ നാട്ടിലെല്ലാവരും വിഷമമില്ലാതെ ടാപ്പ് ചെയ്യുന്നുണ്ട്. പിടിക്കുമ്പോൾ ഈ കത്തി കൊണ്ട് പിടിക്കുമ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പിടി നമ്മുടെ വലത് കയ്യിലിരിക്കും. ഒരിക്കലും മുൻകാനയോ പിൻകാനോ കുത്തുന്ന സമയത്ത് ഈ പിടി ഈ മാറ്റേണ്ട കാര്യമില്ല. പിടുത്തം വലത് കൈ തന്നെ ഇരിക്കും ഇതിൻ്റെ പിടി. എന്നാൽ ഈ കത്തി കൊണ്ട് വെട്ടുമ്പോൾ നമ്മൾ പിൻകാനയോ മുൻകാനയോ കുത്തുമ്പം ആ പിടുത്തത്തിൽ അല്പം വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാനയാണ് കുത്തുന്നതെങ്കിൽ ഇതാ കത്തി പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കത്തി പിടിക്കുക. ഇതാ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന പോലെ അതിൻ്റെ പിൻഭാഗത്ത് ഇടത് കൈ ഇങ്ങനെ ഇരിക്കുക, തലഭാഗത്ത് വലത് കൈ ഇരിക്കുക. ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കൈവെക്കുക. ഇതുണ്ടല്ലോ, ഇങ്ങനെ കൈവച്ചിട്ട് ഇതാണ് മുൻകാന കുത്തുമ്പോൾ ഇതാണ് അനുഭവം. പിന്നെ മുൻകാന കുത്തി പുറകോട്ട് വെട്ടുമ്പോൾ തിരിച്ച് കൈ പിടിക്കുക. ഇടത് കൈ അതിൻ്റെ തലഭാഗം പിടിക്കുക, വലത് കൈയിൽ അതിൻ്റെ പുറം ചുവട് ഭാഗം പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഇതാ പിൻഭാഗത്തേക്ക് വെട്ടി അവസാനം കൊണ്ട് പിൻകാന കുത്തുക. അത് ഞാൻ ടാപ്പിങ് കാണിക്കുമ്പം വ്യക്തമായി കാണിച്ചു തരാം. ഇത് കത്തി പിടിക്കുന്നത് കാണിച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ മാർഗരേഖ എല്ലാം വരച്ചിട്ടേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മരം ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടെംപ്ലേറ്റ് പിടിക്കേണ്ടതെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അത് കാണുക. കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ വ്യക്തത വരത്തുള്ളൂ. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുൻകാന ഇങ്ങനെ പാലൊഴുകാൻ തക്കതായിട്ട് ഈ മുൻകാന കീറുക. കണ്ടമാനം ആഴത്തിൽ കീറരുത്. കണ്ടമാനം ആഴത്തിൽ കീറിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇത് നമ്മൾ മുൻകാന കുത്താനും ഒക്കെ പാടായിരിക്കും, ഉൽപ്പാദനം കാര്യമായി കുറയും. അപ്പം ഒന്ന് പാൽ ഒഴുകി വരാനുള്ളൊരു ചാല് മാത്രം ഇട്ടാൽ മതി. എന്നാൽ പിൻകാന ഇവിടെ നോക്കി, പിൻകാന നമ്മൾ വരച്ച ആ വര ഇവിടെ തെളിഞ്ഞു കിടക്കുക. ഇപ്പോൾ വീതിയുള്ള മാർക്കിംഗ് നൈഫ് കൊണ്ടാണ് നമ്മൾ വരച്ചത്, അതുകൊണ്ട് ഈ വര തെളിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ കത്തി തൊടേണ്ട ആവശ്യമേ ഇല്ല. ഇത് 1 വർഷത്തേക്കുള്ള പട്ടഭാഗമാണ്. അപ്പോൾ ഇവിടെ കത്തി ഒരു വർഷത്തേക്ക് ഇത് അടയാളം കാണും. അടുത്ത വർഷം വെട്ടുമ്പോൾ ഈ വര ഒന്ന് കത്തി കൊണ്ട് ചെറുതായിട്ട് പൊറിച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പൊറിക്കേണ്ട കാര്യമില്ല. അടുത്ത വർഷം വെട്ടുമ്പം ഇവിടെ തീരെ ആഴം കുറച്ച് ചെറുതായിട്ടൊന്ന് പൊറിച്ച് കൊടുത്തിച്ചാൽ മതി. ഈ വർഷം നമ്മൾ പൊറിക്കേണ്ട കാര്യമില്ല. ഇവിടെ വര ഇവിടെ നിൽപ്പുണ്ട്. ഈ വര തെളിഞ്ഞു കാണാം. അതുകൊണ്ട് അവിടെ കത്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇത് മുൻകാന ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ കീറുമ്പോൾ ഈ കീറൽ ഒരിക്കലും മുകളിലോട്ട് പോകേണ്ട കാര്യമില്ല. ചിലർ ഭംഗിക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കും. ചാല് എന്തിനാണെന്ന് വെച്ചാൽ പാൽ ഒഴുകി എത്താനുള്ള ചാലാണ്. അത് മുകളിലോട്ട് വെട്ടുന്നത് കൊണ്ട് നമുക്ക് ദോഷമല്ലാത്ത ഗുണമൊന്നുമില്ല. കാരണം വെച്ചാൽ മുകളിലോട്ട് വെട്ടി ഇങ്ങനെ ഇതുപോലെ ഡീപ്പായിട്ട് നമ്മൾ കീറിക്കഴിഞ്ഞാൽ ഇത് റെയിൻ ഗാർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അല്പമെങ്കിലും ലീക്ക് ചെയ്യാൻ സഹായിക്കുമല്ലാതെ അതുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല. തന്നെയല്ല, നമ്മളിവിടെ ഒരു 6 ഇഞ്ച് നീളത്തിൽ വരച്ചു, കുറേ 6 ഇഞ്ചൂടെ വരച്ചു കഴിഞ്ഞാൽ 100 മരം ചെയ്യേണ്ട സമയത്ത് 50 എണ്ണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇരട്ടി പണി ചെയ്യുക, വെറുതെ പാഴ്പണിയാണ് മുകളിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിലോട്ടും ചെയ്യേണ്ട, കൃത്യം ആ മുൻകാന വരെ മാത്രം, ആ ഉയർന്ന ടോപ്പ് ആ വര വരെ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വള്ളി കെട്ടുകയാണ്. ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പി വെക്കണം ഒന്ന്, പിന്നെ ചില്ലടിക്കണം. ഇതാണ് ചില്ല്. ഇത്തരം ചില്ല് നമ്മൾ ഈ 3 ദിവസത്തിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുന്നതാണ്. 1, 2, 3, 4 വരയാണുള്ളത്. അത് ഈ 3ാമത്തെ 4ാമത്തേൻ്റെ മധ്യത്തിൽ ഇതുകൊണ്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ 30 ഡിഗ്രി ചരിവാണ് കൊടുത്തേക്കുന്നത്. അതേ ചരിവിൽ ചില്ലങ്ങോട്ട് അടിക്കുക. ഇത് 2, 3 അടി ഈ നടുക്കത്തെ ബെൻഡിൽ മാത്രം അടിച്ചാൽ മതി. ഈ സൈഡിൽ മുട്ടരുത്, ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ബെൻഡിനിട്ട് അടിക്കുന്നത്, ഞാൻ ബെൻഡിനിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് കയറിയിരിക്കും. ഈ അടി ഈ സൈഡിൽ ഈ മൂർച്ചകൾ കോണിലാണ് കൊള്ളുന്നത്, അത് വളഞ്ഞു പോകും. അങ്ങനെ വളയാൻ പാടില്ല. വളഞ്ഞു കഴിഞ്ഞാൽ
അത് നമുക്ക് ടാപ്പ് ചെയ്യുമ്പം ഇങ്ങനെ കൂർത്തിരുന്ന് മുകളോട്ടിരുന്ന് കഴിഞ്ഞാൽ വള്ളിപ്പാലൊക്കെ എടുക്കുമ്പോൾ കയ്യെ മുട്ടാനും കൈ മുറിയാനും ഒക്കെ സാധ്യതയുണ്ട്, പഴുക്കാനും വ്രണമാകാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഒന്ന് ഇത്തരം കമ്പിയാണ്, ഇത് വള്ളി കെട്ടണം. ഇത് കണ്ടോ, ഒരു ഹുക്കൊക്കെ ഇട്ടിട്ട് അത് ചിരട്ട താങ്ങി അല്ലെ കപ്പ് ഹാങ്ങർ എന്നൊക്കെ പറയും, മനസ്സിലായല്ലോ. ഒന്ന് ഇതാണ്, ഇത് മരത്തെ ഇതാണ് എളുപ്പം, പക്ഷേ ഇച്ചിരി വില കൂടുതലാണ്. ഈ കമ്പി നമ്മൾ സാധാരണ നിലയിൽ ഇതിൻ്റെ അടിയിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഏത് മരത്തേലും ഇത് വണ്ണമുള്ള മരത്തെ വെക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഇച്ചിരി അകത്തിയാൽ മതി. വണ്ണം കുറഞ്ഞതാകുമ്പോൾ അല്പം അടുപ്പിച്ചാൽ അതിൽ ടൈറ്റായിട്ടിരുന്നോളും. ഇത് കണ്ടോ, ഇത് എപ്പം വേണേലും നമുക്ക് ആവശ്യാനുസരണം താത്ത് വെക്കാം, മനസ്സിലല്ലേ. ഇത് എളുപ്പമാണ്. ഇനിഷ്യലി തുടക്കത്തിൽ അല്പം പൈസ നമുക്ക് ആകുമെന്നേ ഉള്ളൂ. അതിനുശേഷം ഇത്തരം കപ്പ്, പാല് സംഭരിക്കാനുള്ള കപ്പാണ്. ഈ കപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കപ്പ് പാല് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ചില്ലെ മുട്ടിയാൽ ചില്ല് പറഞ്ഞു പോവും. അപ്പം ചില്ല് പറയാതിരിക്കാൻ ചിലർ ചായച്ചു കഴിഞ്ഞാൽ നിറച്ച് കിട്ടുന്നതാണ്, പാല് പോവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അല്പം കൂടി താത്ത് വെക്കുക. അപ്പം പാല് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാം, മനസ്സിലായില്ലേ. അപ്പം ഒട്ടും മറിഞ്ഞു പോകത്തില്ല. വേറൊന്നുകൂടെ ശ്രദ്ധിക്കണം, ഈ കപ്പ് നല്ല പാല് നിറഞ്ഞു പോകുന്നൊരു നിറച്ച് കിട്ടുന്നൊരു കപ്പാണെങ്കിൽ നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇത് പാല് നിറഞ്ഞു കഴിയുമ്പോൾ ഇതറിയാതെ അതിൻ്റെ ബലം കൊണ്ട് അല്പം ഇങ്ങനെ ചായുമ്പോൾ പാല് മറിഞ്ഞു പോകും. അതിന് നമ്മൾ കപ്പ് ഉള്ളിലേക്ക് ഒരല്പം ചായച്ച് വെക്കുക. ഉള്ളിലേക്ക് അല്പം ചായച്ച് വെച്ച് കഴിഞ്ഞാൽ നിറയുമ്പോൾ ഇത് നേരെ ബാലൻസ് ചെയ്ത് നിന്നോളും, ഒട്ടും പുറത്തു പോകത്തില്ല, മനസ്സിലായല്ലോ. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്ന്. അപ്പോൾ ഇതിന് തുടക്കത്തിൽ അല്പം പൈസ കൂടുതലാകും, അതുകൊണ്ട് ചിലർക്ക് വാങ്ങിച്ചു വെക്കാൻ മടി വരും. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ഒരു തുമ്പ് നമ്മുടെ കയ്യിലായിരിക്കും എപ്പോഴും ഇരിക്കുക. ആ ഒരു തുമ്പ് ഇങ്ങനെ എടുക്കുക. ഇതിലെ കണ്ടല്ലോ, ഇങ്ങനെ ചുറ്റുക. ഈ വണ്ണം ബലം കുറഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ചുറ്റാം. ഒന്നുകൂടെ ചുറ്റി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ ക്രമം അനുസരിച്ചിട്ട് ചിരട്ട എടുത്താൽ പാല് പോകരുത്, അതനുസരിച്ച് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അത് 1-2 മരം കെട്ടിക്കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എപ്പോഴും ചില്ലിളക്കാനും പാല് മറിയാനും ഒന്നും കാരണമാകരുത്. അപ്പോൾ അതിനുശേഷം ഇത് ഇങ്ങേ സൈഡിൽ ടാപ്പിംഗ് ഇല്ലാത്തൊരു സൈഡിലേക്ക് ഇവിടെയാണ് നോക്കുക. നീളമുള്ള സൈഡ് നമ്മുടെ മടിയിലോ പോക്കറ്റോ ഒക്കെ ഇരിക്കും. അത് നീളം കുറഞ്ഞ സൈഡ് ഇത് കെട്ടുമ്പം പലരും കെട്ടുമ്പോഴും ബലം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് ഇതിൻ്റെ ചെറിയ തുമ്പ് അടിയിൽ കൂടെ എടുക്കുക. ഇത് വളരെ ശ്രദ്ധിച്ച് കാണണം. അടിയിൽ കൂടെ എടുക്കുക, ഒന്ന് ചുറ്റി വീണ്ടും ഒരിക്കൽ കൂടി ചുറ്റി, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വലിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വലിക്കുക. വലിച്ചതിന് ശേഷം 2 വലിച്ചാൽ മതി. ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചാൽ ഇത് കണ്ടോ, ഇത് മുറുകിയിരിക്കും. ഇത് പൂർണ്ണമായില്ല, കെട്ട് പൂർണ്ണമായില്ല. പലരും ധരിക്കും, പലരും ഇങ്ങനെ കെട്ടുമ്പോൾ ഇത് മുറുകയല്ല, കമ്പുമൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് മുറുകി. ഇത് പ്രത്യേകതരം ഒരു വള്ളികെട്ടാണ്. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ, ഞാനൊരു എളുപ്പപ്പണി ചെയ്യുന്നത് ബുക്ക് ബൈൻഡ് ചെയ്യുന്ന പോലാണ്. ഇവിടെ ഈ വിരലിൻ്റെ അറ്റത്തോട്ട് ഈ തുമ്പ് പിടിക്കുക, നീളമുള്ള തുമ്പ് പിടിക്കുക. എന്നിട്ട് അത് നീളം കുറഞ്ഞ തുമ്പിലോട്ട് അത് പിടിക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുറുകി. നമുക്ക് അഴിക്കേണ്ട സമയത്ത് ഇത് അഴിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ മുറിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ടെക്നിക്ക്, മനസ്സിലായല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഇതാണ് വള്ളി കെട്ടി മുറുക്കി ഇത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഒരു ഭാഗം. ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിക്കാം. 2 പ്രാവശ്യം ചുറ്റണം. കൂടുതൽ പാലുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. കൂടുതൽ പാലുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ചുറ്റും. ഇത് കനം കുറഞ്ഞാണല്ലോ. ഇച്ചിരിയുടെ ബലമുള്ളത് കിട്ടുവാണെങ്കിൽ ഒന്ന് ചുറ്റിയാൽ മതി. ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റുക. ഒന്ന് വലിക്കുക, ഒന്നുകൂടെ വലിക്കുക. ഇതിപ്പം ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിങ്ങനെ എടുക്കുക, ഇത് മുറുകി. നമുക്ക് പിന്നെ കട്ട് ചെയ്തങ്ങ് പോയാൽ മതി, അഴിച്ചെടുക്കാം. മനസ്സിലായില്ലേ. ടാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം ഇത് നമ്മൾ കെട്ടാൻ. കാരണം വെച്ചാൽ യാദൃശ്യമായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ പാലൊക്കെ ഒലിച്ച് വീണ് കഴിഞ്ഞാൽ ഈ കെട്ടിൻ്റെ അവിടെ ഈ സൈഡാണ് കെട്ടിൻ്റെ മറ, ഇത് അഴിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാട് വരും. യാദൃശ്യമായിട്ടൊന്ന് അഴിക്കണമെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. ഇതാണ് ഇതിൻ്റെ
ഒരു മെത്തേഡ്. ഇനിയും നമ്മൾ ഒന്നുകൂടെ കാണിക്കാം. വേറൊരു മെത്തേഡുണ്ട് വള്ളി കിട്ടുന്നത്. ഇതാ ഇതിങ്ങനെ എടുത്തിട്ട് 2 ചുറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇത് പതുക്കെ ഇങ്ങനെ വിടുക. ഇതുണ്ട്, ഇത് വള്ളി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ അമക്കി പിടിക്കുക. ഇതുണ്ടോ, ഇത് ബലമായി. ഇതിപ്പോൾ നല്ല ബലമായി. നോക്കുക, വളരെ എളുപ്പമാണ് ഇത്. എന്നിട്ട് ഈ തുമ്പ് നമ്മൾ ഒരല്പം തുമ്പ് വലിച്ചെടുത്തിട്ട് ഇതിനിടയ്ക്കോട്ട് കയറ്റി വെക്കുക. കുറച്ചിങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതും ഒരു മെത്തേഡാണ്. നമുക്ക് അഴിക്കണമെങ്കിൽ ഇതൊന്ന് അഴിക്കണമെങ്കിൽ ഇതുണ്ടോ, അയച്ച് കെട്ടാം. ഇങ്ങനെ അയക്കുക, താഴ്ത്തി വെക്കുക, കെട്ടുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. 2 തവണ വള്ളി കെട്ടുന്നത് ഞാൻ 2 ടെക്നിക്ക് കാണിച്ചു തന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ അത് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തൊരു ഇതുകൊണ്ടാണ് കെട്ടുന്നതെങ്കിൽ നമ്മൾ ഇതെടുക്കുക. ഇതൊരു ഈ തരമുണ്ട്. ഇത് ഇച്ചിരി ബലമുള്ളതാണ്. ഒറ്റ ചുറ്റിട്ടാൽ മതി. ഇങ്ങനെ എടുക്കുക. ഇത് ഇങ്ങനെ വെക്കുക. ഇത് കണ്ടല്ലോ, ഇങ്ങനെ വെക്കുക. ഇതും ആ തരത്തിൽ തന്നെ നമ്മൾ സാധാരണ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടിയാൽ മുറുകുകയില്ല. മനസ്സിലല്ലേ? മുറുകാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇവിടം കണ്ടമാനം മുറുക്കരുത്. എന്നിട്ട് മുമ്പേ ഇതേപോലെ ഇങ്ങനെ വലിച്ചാൽ ഇതുണ്ടോ, ഇത് മുറുകി ദൂരി പോകത്തേയില്ല. ഇതിങ്ങനെ മുറുകി ദൂരി പോകില്ല. ഇത് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലൊന്ന് വലിക്കുക. ഈ തുമ്പെടുത്ത് ഇതിൻ്റെ വിടവിലേക്ക് അങ്ങോട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, പോവുക. ഇത് നമുക്ക് 6 മാസം കഴിഞ്ഞ് താത്ത് വെക്കണമെങ്കിൽ താത്ത് വെക്കാം. ഇത് ഈ തരം വള്ളിയാണ് 2 വർഷമൊക്കെ ഉപയോഗിക്കാം. മറ്റേത് 1 വർഷമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വെയിലും മഴയും കൊള്ളുമ്പോൾ ആദ്യം കാണിച്ച പായ്ക്ക് ചെയ്യുന്ന ആ പ്ലാസ്റ്റിക് വള്ളി ദ്രവിച്ചു പോകും. ഇതങ്ങനെയല്ല, ഒരു 2 വർഷമെങ്കിലും ഉപയോഗിക്കാം, ദ്രവിച്ചു പോകത്തില്ല. നമുക്ക് അഴിച്ചു കെട്ടണമെങ്കിൽ ഇതിങ്ങനെ വലിക്കുക, ഇങ്ങനെ വലിക്കുക, ഊരി വരും. ഉണ്ടല്ലോ, ഞാൻ 2 തരത്തിലുള്ള കപ്പ് ഹാങ്ങർ ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ 2 തരം വള്ളി കൊണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ ഇത് ചെയ്തത് തുടക്കമാണ്. ടാപ്പിംഗ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്, ടാപ്പിംഗ് ആരംഭിക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ചില്ല് വെച്ച് കാണിച്ചു, ചിരട്ട വെച്ച് ഞാൻ കാണിച്ചു, പിന്നീട് വള്ളി കെട്ടുന്നത് കാണിച്ചു. ഈ വള്ളി കെട്ടുന്ന ഒരു ടെക്നിക്കാണ്, വളരെ എളുപ്പത്തിൽ കെട്ടാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇച്ചിരൂടെ എളുപ്പമാണ്. ഞാൻ ഒരു ഇച്ചിരൂടെ നല്ല ടെക്നിക്ക് കാണിച്ചു തന്നുള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പറ്റിയാൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായോഗികമായി നിങ്ങൾ ചെയ്യുന്ന ഏത് മെത്തേഡാണോ അത് സ്വീകരിച്ച് ചെയ്യുക. ഉദ്ദേശം ഇതേ ഉള്ളൂ, കപ്പ് ഒരിക്കലും നിറഞ്ഞ് ചരിഞ്ഞ് പോകരുത്. ഫുള്ളായിട്ടിരിക്കുമ്പോൾ പൊക്കിയെടുക്കുമ്പോൾ ചില്ല തട്ടരുത്, എന്നാൽ പാല് പോകരുത്. നേരെ വെക്കുമ്പം കവിഞ്ഞു പോയാൽ കപ്പ് ചരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് പാടില്ല. അതിന് ഇച്ചിരി ഉള്ളിലേക്ക് വെക്കുക. ഈ 2-3 മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ടാപ്പിംഗ് ആരംഭിക്കുക. അപ്പോൾ ഞാൻ ഈ ആരംഭിക്കുന്നതിന് വള്ളി കെട്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, കത്തി എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് ആദ്യം മുതൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.